സ്ത്രീകളിൽ മൾട്ടിപ്പിൾ ഓർഗാസം അനുഭവിക്കാൻ പറ്റിയൊരു ബോഡിയാണ്. ഒരിക്കലും നിന്ന് പോവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം. നിപ്പിളൊക്കെ ഇറക്റ്റായി തുടങ്ങും. വജേനയുടെ ഭാഗത്തും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ആണിന്റെ പെനീസിന്റെ സൈസ് മാറ്റർ ചെയ്യും. ഫോണിൽ കാണുമ്പോഴുള്ള സൈസ് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അവർ സെലക്റ്റീവ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസ്സുമാണ് അതിൽ അഭിനയിക്കുന്നവർ. ഓർഗൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് പല പുരുഷന്മാരും. ഈ വയഗ്ര പോലുള്ള മെഡിസിൻസ് കഴിച്ചാൽ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് സൈഡ്, മനസ്സിലൊരു മൂഡ് വയാഗ്ര ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആങ്സൈറ്റി വയാഗ്ര മാറ്റുന്നില്ല, ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു എന്ന് മാത്രം. ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ കുറച്ചുകൂടി വലിപ്പം വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിഡോഫീലിയ ഭയങ്കര റിസ്കി ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ബിഹേവിയറാണ്. കറക്റ്റ് അവരുടെ മുമ്പിൽ ഒരു ഇര വന്ന് പെട്ടുകഴിഞ്ഞാൽ ഇവർ ഈ ബിഹേവിയർ പുറത്തെടുക്കും. നോർമൽ അബ്യൂസ് അല്ല ഇവിടെ നടക്കുന്നത്, ഒരു കുട്ടികളെയാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ശരിക്കും ഈ വ്യക്തിക്ക് അറിയോ ഞാൻ പിഡോഫിലിക് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ആ വ്യക്തി? നമ്മുടെ സമൂഹത്തിൽ ജെന്റിൽ മാൻ അല്ലെങ്കിൽ ലേഡി എന്നൊക്കെ പറയുന്ന ക്യാരക്ടറുകൾ അത് ഒരു പെർസ്യൂൺ, ഒരു മുഖംമൂടി മാത്രമാണ്. സ്ത്രീകളിലെ ഓർഗാസം ഇപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ? ആ സമയത്ത് ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? പിഡോഫീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആയിട്ടുള്ള ആളുകളുണ്ട്, പിഡോഫിലിക്സ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് വാർത്തയിലടക്കം കണ്ടതാണ്. ഒരു സിനിമാ നടനെ ബാലികയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അയാളെ ചികിത്സിക്കണം എന്ന് ഒരു കൂട്ടർ പറയുന്നു, അയാളെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തണം എന്നൊക്കെ പറയുന്ന വേറെ കുറേ ആളുകളുണ്ട്. ശരിക്കും ഇതുപോലത്തെ 40 വയസ്സിൽ കൂടുതലുള്ള ഒരുപാട് ആണുങ്ങൾ, സ്ത്രീകളായാലും നമ്മളുടെ സമൂഹത്തിൽ ഉണ്ട്. അത് ശരിക്കും പിഡോഫീലിയ എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണോ? പിഡോഫീലിയ ഭയങ്കര റിസ്കി ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ബിഹേവിയറാണ്. നോർമൽ അബ്യൂസ് അല്ല ഇവിടെ നടക്കുന്നത്, ഒരു കുട്ടികളെയാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ആണുങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട് ഇത്. ഈ ബിഹേവിയർ ട്രീറ്റ് ചെയ്യാവുന്നതാണ്, പക്ഷെ ട്രീറ്റ് ചെയ്യുന്ന സാധാരണ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആവാറില്ല. കാരണം ഇവർക്ക് അങ്ങനെ വില്ലിംഗ് ആയിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് വരില്ല. കാരണം ഇവർക്ക് ഈ പ്ലഷർ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി ഇവൻ അത് മോർ എന്ന് അവർക്ക് തോന്നും. ഇതൊരു ക്യാരക്ടറായിട്ട് ഇവർക്ക് മാറും. ഒരു റൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ കറക്റ്റ് അവരുടെ മുമ്പിൽ ഒരു ഇര വന്ന് പെട്ടുകഴിഞ്ഞാൽ ഇവർ ഈ ബിഹേവിയർ പുറത്തെടുക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് സ്വയമായിട്ട് ഇവർ വരാറൊന്നുമില്ല. എന്തെങ്കിലും കേസിൽ ഇവർ പിടിക്കപ്പെടുമ്പോഴോ അപ്പോൾ ഒരു ഫോഴ്സ്ഫുള്ളി ഇവർ ട്രീറ്റ്മെൻറ്റ് വരും. എന്നാൽ പോലും ഇവർ കംപ്ലീറ്റ് ആക്കില്ല. നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കുന്നത്, പ്ലസ് മെഡിക്കേഷൻസ്. കാരണം അർജ് കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻ. പക്ഷേ വീണ്ടും അതിന് റിലാപ്സ് വരാനുള്ള ചാൻസ് വീണ്ടും ഹൈ ആണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷന് ട്രിഗർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവർക്ക് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ട്രീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലല്ല ഇത്. അവർക്ക് വ്യക്തമായിട്ടൊരു ഗിൽറ്റ് ഫീലിംഗ് വന്ന് സ്വയം മാറുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അധികം പേർക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല എന്നുള്ളതാണ്. ഈ അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അതിലൊരു മാഷാണ് കുട്ടീനെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ആ മാഷി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആ സമൂഹത്തിൽ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ അയാളുടെ ഒരു ഡാർക്ക് സൈഡിൽ ഈ പിഡോഫിലിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ശരിക്കും ഈ വ്യക്തിക്ക് അറിയോ ഞാൻ പിഡോഫിലിക് ആണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ആ വ്യക്തി? അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട്, ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ കൊണ്ട് ആ ഒരു കുട്ടീനെ കാണുമ്പോൾ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും ചേഞ്ചസ് ആയിരിക്കുമോ? അല്ല, പിഡോഫിലിക് ആയിട്ടുള്ള വ്യക്തിക്ക് ശരിക്കും അറിയാം ആ വ്യക്തി അതാണെന്നുള്ളത്. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ ഇതാണെന്നും ആ വ്യക്തി ടാർഗറ്റ് ചെയ്ത് ഇതിലേക്ക് പോകും. പിഡോഫിലിക്ക് അവർ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യും. സിറ്റുവേഷൻ വരുമ്പോൾ അവർ യൂസ് ചെയ്യും. അതറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സല്ല, പെട്ടെന്ന് ഇമ്പൾസീവ് വരുന്ന ഒരു ബിഹേവിയർ അല്ല. പിഡോഫിലിക്ക് അത് അങ്ങനെയാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ സന്തോഷം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരതിനു വേണ്ടി തേടി നടക്കും. ചിലർ റൈറ്റ് സിറ്റുവേഷനിൽ അവർ പുറത്തെടുക്കും. നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിൽ അവർ വളരെ ജെന്റിലായ ഒരു ക്യാരക്ടറായിരിക്കും. നമ്മൾ സമൂഹത്തിൽ ജെന്റിൽ മാൻ അല്ലെങ്കിൽ ലേഡി എന്നൊക്കെ പറയുന്ന ക്യാരക്ടറുകൾ അത് ഒരു പെർസ്യൂൺ, ഒരു മുഖംമൂടി മാത്രമാണ്. അവരുടെ റിയൽ ക്യാരക്ടർ നമ്മൾ കാരണം സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ബിഹേവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവർ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ഹിഡൻ ആയിരിക്കും. റൈറ്റ് സിറ്റുവേഷനിൽ ആരൊന്നും ഇല്ലാത്ത ഒരു പറ്റിയൊരു അവസരത്തിൽ അവർ പുറത്തെടുക്കുകയും ചെയ്യും. അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സൈസ് ഓഫ് ദ പെനീസ് മാറ്റർ ചെയ്യും ഒരു സെക്സിലെന്ന്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സൈസിലൊന്നും ഒരു കാര്യമില്ല, ഇറ്റ്സ് അബൌട്ട് ദ ഇൻറ്റിമസി, അല്ലെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ഹൗ ഗ്രേറ്റ് വി മേക്ക് ദ സെക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സെക്ഷൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഒരു ആണിൻ്റെ പെനീസിൻ്റെ സൈസ് മാറ്റർ ചെയ്യും? നമുക്ക് അധികവും പുരുഷന്മാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് സൈസ് ഓഫ് ദ പെനീസ്. ഒരിക്കലും അതും സെക്സുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് വാസ്തവം. സ്ത്രീയുടെ ഒരു നെർവ് എൻഡിങ്സ് ഏകദേശം
ഒരു വജൈനയുടെ ഒരു 3-5 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണ്, നോട്ട് ഇൻ ഡീപ്പ് ഏരിയയിലല്ല. അപ്പോൾ അത് സൈസുമായിട്ടൊരു കണക്റ്റഡ് ആയിട്ട് വ്യക്തിയല്ല. നോർമലായിട്ടൊരു പുരുഷന് ഒരു 13 to 15 എറക്റ്റ് ആവുന്ന സമയത്ത് ഒരു പെനീസിന് വലുതാവും. അപ്പോൾ അതാണ് ഒരു ആവറേജ് ഇതിൻ്റെ സൈസ്. അപ്പം നമുക്ക് ഈ കൺസെപ്റ്റ് എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി പുരുഷന്മാർക്ക് അവർ സോഷ്യൽ മീഡിയ മോർ പോണിൽ കാണുമ്പോഴുള്ള സൈസ് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അവർ സെലക്റ്റീവ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസ്സും ആണ് അതിൽ അഭിനയിക്കുന്നവർ. അപ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല വേറെ രാജ്യത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അവരുടെ സൈസ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷൻ അവൻ്റെ ഉള്ളിലാണ്. എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ചെറുപ്പക്കാർ ഈ പ്രോബ്ലമായിട്ട് കൺസൾട്ടേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാരാ അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും, പിയർ പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോൺ ആയിരിക്കും അവരെ അങ്ങനെ വിശ്വസിക്കാൻ കാരണം. യഥാർത്ഥത്തിൽ സെക്ഷൽ പ്രഷറിന് ഈ ഒരു സൈസ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നമുക്കൊരു ഓർക്കേണ്ട സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് പല പുരുഷന്മാരും സെക്സ് എന്ന് പറഞ്ഞുള്ളൊരു ആക്ടിവിറ്റിയിൽ. അപ്പോൾ ഇതൊരു മിഥ്യാധാരണമാണ്. പെനീസിൻ്റെ സൈസും സെക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പെനീസിന്റെ സൈസ് കൂട്ടാൻ വേണ്ടി ആയുർവേദത്തിലടക്കം മരുന്നുകൾ ഉണ്ട് എന്നൊക്കെ. ശരിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ, ഈ വയാഗ്ര പോലുള്ള മരുന്നുകൾ കഴിക്കുന്നത് എത്രത്തോളം സേഫാണ്? അങ്ങനെ ഒരു മരുന്ന് കഴിച്ചതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റില്ല എന്നതാണ് ഫസ്റ്റ് വാസ്തവം. വയാഗ്രയൊക്കെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനാണ്. ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഇറക്ഷൻ കിട്ടുന്നു മാത്രം. പക്ഷേ ഇറക്ഷൻ്റെ കാരണം വയാഗ്ര കഴിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലും സാധനത്തിൻ്റെ നമുക്കൊരു ഡിസയർ ഉണ്ടാക്കുന്നില്ലെന്ന് പലർക്കും അറിയാൻ പാടില്ല. നമുക്ക് മനസ്സിലൊരു മൂഡ് വയാഗ്ര ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആങ്സൈറ്റി വയാഗ്ര മാറ്റുന്നില്ല. ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു എന്ന് മാത്രം. ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ കുറച്ചുകൂടിയും വലിപ്പം വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ് ഈ വയാഗ്ര എന്ന് പറഞ്ഞ സാധനം. അത് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന എല്ലാ ഓർഗൻസിലേക്കും കൂട്ടും എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ചില സർട്ടൻ മെഡിക്കൽ കണ്ടീഷനുള്ളൊരു ഉപയോഗിക്കാനേ പാടില്ല. തുടർച്ചയായ വയാഗ്ര ഉപയോഗം എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. തുടക്കത്തിൽ പിന്നെ വയാഗ്ര ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് സെക്ഷനിലേക്ക് ഇറക്ഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. ഇത് ചെറുപ്പക്കാർ ഒത്തിരി പേര് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചെറുപ്പക്കാരിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതൊരു ഏജ്ഡ് ആളുകൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനിൽ സർക്കുലേറ്ററി പ്രോബ്ലം ഉള്ളവർക്കോ മാത്രം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ സാധനം സ്വയം വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒത്തിരി പേര് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആയുർവേദത്തെ ബ്രാൻഡിൽ ഇറങ്ങുന്ന മെഡിസിൻസ് എല്ലാം തന്നെ ഇതിലും ഡേഞ്ചറാണ്. കാരണം അതിൽ ഉപയോഗിക്കുന്ന ധാതു മിനറൽസ് എന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കണ്ടൻ്റ് അല്ലാത്ത ഈ സാധനം ഇത് കറക്റ്റായിട്ട് മിക്കവാറും പേര് ഇത് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടൊന്നുമല്ല. ആരോ ഒരാൾ പേപ്പറിൽ പരസ്യം ചെയ്ത് എവിടെയെങ്കിലും ആഡ് കൊടുക്കുന്നു, ആഡ് കണ്ടിട്ട് വാങ്ങിക്കുന്നു, ഇതിന് അവന് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങിക്കഴിക്കുന്നു. ഇത് പിന്നീട് കുഴപ്പത്തിലേക്ക് എത്തുന്നു. ഭയങ്കര ഇപ്പോൾ തുർക്കി ജാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സമൂഹമായത്തിൽ ഒത്തിരി കാണാവുന്നതാണ്. തുർക്കി ജാം എന്ന് പറഞ്ഞാൽ ഈ ജാം മേടിച്ച് കഴിച്ചിട്ട് തുടക്കത്തിൽ ഇറക്ഷൻ കിട്ടുന്നു. എന്തുകൊണ്ടാണ് ഇറക്ഷൻ കിട്ടുന്നത്? സിർട്ടനാഫീൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ ആഡ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുപിട്ടത്. ഈ സാധനം റൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് വാരി കഴിച്ചിട്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അറിയുന്നില്ല. പിന്നീട് ഇറക്ഷൻ നഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് സജഷൻ ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ ആ അളവിൽ മാത്രം ഉപയോഗിക്കണം. ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഈ പെനീസ് വലുതാക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ ലീഗലാക്കേണ്ടതല്ലേ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ ഈ വയാഗ്ര പോലുള്ള അടക്കം മെഡിസിൻസ് കൊടുക്കുകയുള്ളൂ എന്നൊരു ലീഗലൈസ്ഡ് ആക്കേണ്ടതല്ലേ? ഇത് ലീഗലൈസ്ഡ് ആണ്. പക്ഷെ പല ഫാർമസികളിലും മെഡിക്കൽ ഷോപ്പുകളിലും അവർക്ക് നല്ല പ്രോഫിറ്റുള്ള മെഡിസിനാണ്. കാരണം ഒരു വയാഗ്ര പോലത്തെ ഒരു 4 ടാബ് മേടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 500 രൂപയുടെ അടുത്തൊക്കെ വില വരികയും അവർക്ക് നല്ല പോലെ പ്രോഫിറ്റ് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളും കുറേ ഉണ്ട്. ഇതിന് ചോയ്സ് ഒന്നുമില്ല, ഇഷ്ടമുള്ള എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു യൂറോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യണം. അല്ലാതെ ഒരു സാധാരണ ഡോക്ടർ പോലും ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇതിനൊരു നിയമം. അപ്പോൾ പക്ഷേ ഇത് കടയിൽ ആളുകൾ പോയി ചോദിക്കുക. എല്ലാ കടക്കാരും വിൽക്കുന്നുമില്ല. ചില കടകളിൽ വിൽക്കുന്ന കടകളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ പോയിട്ട് ഇത് വാങ്ങിക്കും. പിന്നെ പല ഡോസുകളുണ്ട്. ഈ ഡോസ് ഒന്നും നോക്കാതെ തന്നെ അവർ ഏറ്റവും ഹൈ ഡോസ് നോക്കി വാങ്ങിക്കും. അതിൻ്റെ എത്തിക്കഴിയുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇവർ എത്തപ്പെടുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നിയമപ്രകാരം ഇതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കൊടുക്കാൻ പാടില്ല. പക്ഷെ പല കടക്കാരും വിൽക്കുന്നു, ആളുകളത് വാങ്ങിക്കുന്നു. ഈ വയാഗ്ര പോലുള്ള മെഡിസിൻസ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് സൈഡ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എന്താണ്?
ഫസ്റ്റ് വയാഗ്ര എന്തെന്ന് ഞാൻ പറയാം. വയാഗ്ര എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. ഏകദേശം ഒരു 1990 നമുക്ക് അഞ്ചൈന എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ സമയത്ത് നമുക്കൊരു പെയിൻ വരികയും റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുകയും ചെയ്യും. ആണുങ്ങളിൽ മാത്രമാണ്? എല്ലാ ആണിലും പെണ്ണിലും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കണ്ടുപിടിച്ചൊരു മെഡിസിനാണ് വയാഗ്ര. അപ്പോൾ ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആണുങ്ങളിൽ ഇറക്ഷൻ വന്നു. ഇറക്ഷൻ വന്നപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തിയെങ്കിലും ഈ ഇത് നിർത്താൻ കൂട്ടാക്കിയില്ല. കാരണം അവർക്ക് ഇറക്ഷൻ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് വയാഗ്ര ഇറക്ടൽ ഡിസ്ഫങ്ഷൻ്റെ പ്രൈമറി ഓറൽ മെഡിസിനായി മാറുകയും ചെയ്തു. പകരം അഞ്ചൈനയ്ക്ക് അത് യൂസ് ചെയ്യാണ്ടായി. പകരം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കണ്ടുപിടിച്ച ഇറക്ഷന് ഗുണമാകുമെന്ന് മനസ്സിലായതോടുകൂടി അതിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനായി മാറി. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, എല്ലാ ഏരിയയിലേക്കും ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതേമാതിരി ഇനി വയഗ്രയ്ക്ക് ഉപയോഗിക്കുന്ന ചിലർക്ക് തലവേദന, മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ BP-യുടെയോ മറ്റോ അല്ലെങ്കിൽ ആസ്പിരിൻ പോലത്തെ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവർ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഹെമറേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ഭയങ്കര ഹൈ സാധ്യതയാണ്. നിങ്ങളുടെ കണ്ണിലേക്കൊരു ബ്ലഡ് ഫ്ലോ ഇരച്ചു കയറുമ്പോഴുള്ള അവസ്ഥ എന്ത്, ബ്രെയിനിലേക്ക് കൂടിയാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ തരം റിസ്ക് ഭയങ്കരമായിട്ട് ഇതിനുണ്ട്. ഗ്രാജുവലി നിങ്ങൾക്ക് ഇതില്ലാതെ ഇറക്ഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നൊരവസ്ഥയും ഈ വയാഗ്രയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. ഭയങ്കര ശരിക്കും റിസ്ക്കി ആയിട്ടുള്ളൊരു മെഡിസിനാണ്. സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ അപകടമായിട്ടുള്ളൊരു മെഡിസിൻ കൂടിയിട്ടാണ്. ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇറക്ഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ റീസണെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. മിക്കവാറും ഇറക്ഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് വിത്തിൻ 3 years എൻ്റെ അടുത്ത് വന്നൊരു പരിചയം വെച്ച് ഹാർട്ട് ബ്ലോക്ക് വരാനോ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഈ സർക്കുലേഷൻ്റെ കുറവ് ഇവിടെ മാത്രമല്ല വരുന്നത്, ഹാർട്ടിലുണ്ട്. കാരണം അത് പലരും അറിയുന്നില്ല. ഞാൻ ഇവരോട് സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാൻ ഫസ്റ്റ് ഇവർക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കും. കാരണം ഈ ഇറക്ഷന് പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സൂൺ ഓർ ലേറ്റർ യു വിൽ ബി ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഇവർ അറിയുന്നില്ല. സ്വയം ചികിത്സ ഭയങ്കര അപകടം തന്നെയാണ്. ഈ വയാഗ്ര പോലുള്ള മെഡിസിൻസ് കഴിക്കാണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപാട് ചെറുപ്പക്കാർ ഈ പെനീസിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടി ക്ലിനിക്സിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് നാച്ചുറലി നമ്മളിപ്പോൾ ഫുഡിലൂടെ ആയാലും ഈ ഒരു സ്റ്റാമിന ഇൻക്രീസ് ചെയ്യുന്ന ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? പെനീസിൻ്റെ സൈസ് കൂട്ടാനായിട്ടുള്ള മാർഗമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു മസാജിലൂടെയൊക്കെ ഒരു പരിധി വരെ സൈസ് ഒന്നും കൂട്ടാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ സർക്കുലേഷൻ കൂട്ടാം. നാച്ചുറലായിട്ട് ഫുഡുകൾ ഒത്തിരി ഉണ്ട്. പെനീസിലേക്ക് സർക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സർക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന നമുക്ക് നാച്ചുറലായ ഫുഡുകളുണ്ട്. കാരണം നമുക്ക് വേണ്ടത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ നൈട്രിക് ഓക്സൈഡ് ഒരു അമിനോ ആസിഡാണ്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡുകളുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് കണ്ടിട്ടുണ്ടാവും വാട്ടർ മെലൻ, തണ്ണിമത്തങ്ങ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ നൈട്രിക് ഓക്സൈഡുകളാണ്. അതുപോലെ മാതളം, ഇതിൽ നല്ലപോലെ നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനമാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഡ്രൈ നട്ട്സുകളെല്ലാം ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഡ്രൈ നട്ട്സിലെല്ലാം മഗ്നീഷ്യം, സിങ്ക് പോലത്തെ മിനറൽസ് ഉണ്ട്. അതിന് ഡേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പക്ഷേ ക്വാണ്ടിറ്റി നിർബന്ധമാണ്. ഇത് കൂട്ടണമെന്നും പറഞ്ഞ് കുറേ കഴിച്ചാൽ എന്തും ടോക്സിക്കാണ്. ഒരു മിനിമം ലെവലിൽ ഇതൊക്കെ ഡെയിലി കഴിക്കുന്നത് ഒത്തിരി നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് ആവശ്യമാണ്. ആങ്സൈറ്റിയാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറ്റും, ബോഡി ടൈറ്റായി മാറിയും ഇവിടെയെല്ലാം ഭയങ്കര ടൈറ്റായിട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ആങ്സൈറ്റി പെർഫോമൻസ് സമയത്ത് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ അവിടേക്ക് കുറയും, ടൈറ്റ്നസ് വരും, ബ്രീത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പോൾ ഒരു മൈൻഡിൻ്റെ വെൽബീങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇന്ന് ഇതിൻ്റെ പെർഫോമൻസ്, സെക്ഷൽ സ്റ്റാമിന കൂട്ടാനായിട്ട് പലരും ചിന്ത എന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ അത്യാവശ്യമാണെന്ന് അവർക്കറിയാം. ഹോർമോൺ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്ററോണും ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലർക്ക് ജിമ്മിൽ പോകണമെന്ന് നല്ലതാണ്. കാരണം ഒരു സ്ട്രെങ്തൻ എക്സസൈസ് ഇതിന് ഹെൽപ്ഫുൾ ആയി. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി ഒരു 8 hours 7 to 8 hours സ്ലീപ്പ് വേണം എന്നുള്ളതാണ്. സ്ലീപ്പാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പലർക്കും അത് അറിയില്ല. ഇന്നത്തെ പുതിയ തലമുറ സ്ലീപ്പ് വളരെ കുറവാണ്. കാരണം രാത്രി വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയും സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്ന സമയത്ത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ ഈ ഹോർമോണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് പലർക്കും അറിയില്ല.
അപ്പോൾ ഡെയിലി എക്സസൈസ്, എസ്പെഷ്യലി ബ്രിസ്ക് വാക്കിംഗ് നല്ലപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നല്ലപോലെ സർക്കുലേഷൻ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ഫുഡുകൾ, നൈട്രിക് ഓക്സൈഡ് കണ്ടന്റായ ഫുഡുകൾ, ഡ്രൈ ഫുഡ്സുകൾ, പിന്നെ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ്, ഇതിന് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് പോലത്തെ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ റിലാക്സേഷൻ ടെക്നിക്കുകൾ, ഇതെല്ലാം നമുക്ക് നല്ല പോലെ ഈ ഒരു സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനൊരു രീതി ചെയ്താൽ തന്നെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുവരെ ലൈഫിൽ ഓർഗാസം എന്തെന്നറിയാത്ത സ്ത്രീകളുണ്ട്. വേറൊരു കൂട്ടർ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇനി ഇത് തന്നെയാണോ ഓർഗാസം എന്ന് എനിക്കറിയില്ല എന്ന് കൺഫ്യൂസ് ആയിട്ടുള്ള സ്ത്രീകളുമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ മിക്ക ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങോട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ അവർക്ക് നിൻ്റെ എങ്ങനെയാണ് എൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഒരു കുറേ ഐഡിയ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പഴയ കാലത്തെ സ്ത്രീകൾ ഇപ്പോഴും ഓർഗാസം എന്നത് ലൈഫിലെ അനുഭവിക്കാത്ത ആളുകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണോ ഓർഗാസം ആയിരുന്നു എന്നുള്ളത് ശരിക്കും ഉണ്ടായിട്ടുണ്ട് ആ കേസ്. സ്ത്രീകളിലെ ഓർഗാസം അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ? അവർക്ക് ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന അറ്റ്ലീസ്റ്റ് ഒരു മൈന്യൂട്ട് സെക്കൻഡ്സ് ആണ് നമ്മൾ ആ ബോഡിയിൽ ഓർഗാസം നമ്മൾ അനുഭവിക്കുന്നത്. ആ ഒരു ചേഞ്ചസ്, ആ സമയത്ത് ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പറഞ്ഞ സെക്കൻഡ്സുകളാണ് ഓർഗാസം അനുഭവപ്പെടുന്നത്. പക്ഷെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ മൾട്ടിപ്പിൾ ഓർഗാസം അനുഭവിക്കാൻ പറ്റിയൊരു ബോഡിയാണ്. പക്ഷെ എല്ലാവരും ഇല്ല കേട്ടോ, അധികം പേർക്കും. പുരുഷന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓർഗാസമായിട്ടുള്ള ഒരു പ്രത്യേകത അവനുള്ളത്. പുരുഷനിലും സ്ത്രീയിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഓർഗാസം അനുഭവപ്പെടുന്നത്. പക്ഷെ രണ്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആദ്യം സ്ത്രീയിൽ ഓർഗാസത്തിന് മുമ്പായിട്ട് എറൗസൽ സ്റ്റേജ് വരും. എറൗസൽ സ്റ്റേജിൽ അറിയാം ബോഡിയിലുണ്ടാവും ചേഞ്ചസുകളുണ്ടാവും. നമ്മുടെ ബോഡി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോട്ട് ഫ്ലഷൊക്കെ മുഖത്ത് കാണാൻ പറ്റും, റെഡ്നെസ് മുഖത്ത് കാണാൻ പറ്റും. ഹാർട്ട് ബീറ്റ് പതുക്കെ ഇൻക്രീസ് ചെയ്യുന്ന, BP കൂടുന്ന ഒരവസ്ഥയുണ്ട്. അതൊന്നും അവരറിയില്ല. ബ്രീത്ത് കൂടുതൽ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, ഈ നമ്മളിപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഓർഗൻസിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ നിപ്പിളൊക്കെ ഇറക്റ്റായി തുടങ്ങും. വജേനയുടെ ഭാഗത്തും വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ആദ്യത്തെ ശീലം. പിന്നീട് ഓർഗാസം വരുന്ന ഒരു സ്റ്റേജ്, അതൊരു ഫ്യൂ സെക്കൻഡ്സ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരിക്കലും നിന്ന് പോവല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, ഒരു പ്ലഷർ, അതാണ് ഓർഗാസം. ആ സമയത്ത് ഒരു സ്ത്രീയുടെ പോലെയല്ല വേറെ സ്ത്രീയിലെ ഓർഗാസത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്നത്. ചിലർക്ക് ഓൾ ബോഡിയിലൊരു വൈബ്രേഷൻ അനുഭവപ്പെടും. ചില ബോഡി കൺട്രാക്ട് ചെയ്ത് തുടങ്ങും. ചിലർക്ക് ചില ഏരിയയിൽ മാത്രം, എസ്പെഷ്യലി ജെനിറ്റൽ ഏരിയയിൽ ഒരു ഭയങ്കര വലിച്ചു മുറുക്കോ ഒരു വൈബ്രേഷനോ ബോഡിയിൽ അനുഭവപ്പെടും. ചില സ്ത്രീയിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ന പർട്ടിക്കുലർ ഏരിയയിൽ നിന്നല്ല എല്ലാ ഭാഗത്തും അനുഭവപ്പെടും. ചിലർക്ക് പെൽവിക് റീജിയനിലാണെങ്കിൽ ചിലർക്ക് അവരുടെ വജീനൽ ഓർഗൻസിൻ്റെ ചുറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിപ്പിളിനും ആ ഒരു ഏരിയയിലൊക്കെ അനുഭവപ്പെടുന്നത്. മറ്റ് ചിലർ കൂടുതൽ ബ്രീത്ത് എടുത്തിട്ട് കാലിലും മറ്റ് സ്ഥലത്തൊക്കെ ആയിട്ട് അനുഭവപ്പെടും. ഏതായാലും ആ സമയത്ത് ഉണ്ടാവുന്ന ആ സമയത്ത് ഒരു സ്ത്രീ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും. അറിയാതെ ശബ്ദമൊക്കെ കൂടുതൽ എടുത്തുന്നിരിക്കും. അവൾ ആ സമയത്തേക്ക് യൂഫോറിയ എന്ന് പറയുന്ന ഒരവസ്ഥയിലും വിട്ടിട്ട് അതിൻ്റെ ബിയോണ്ടായിട്ട് മാറാണ്. ആ സമയത്ത് അതെന്തെന്നില്ലാത്തൊരു ആനന്ദം അവരിലേക്ക് വരികയും കുറച്ച് നേരം വരുന്നു, അതിനുശേഷം ഒരു യൂട്ടേണിലേക്ക് പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ.